ഹായ്, എൻ്റെ പേര് മേരി നീതു. ഞാൻ UK നിന്നാണ് വരുന്നത്. UK സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ ശരിക്കും ഞങ്ങലി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എനിക്ക് UK വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ബാക്കിലേക്ക് വീണു. അങ്ങനെ എൻ്റെ നടുവിന് ഡിസ്ക് ബൾജായി. എനിക്ക് തോന്നുന്നു ഒരു 2 months ഞാൻ അവിടെ UK റെസ്റ്റിങ്ങിലായിരുന്നു. അവസാനം ക്രച്ചേഴ്സിലാണ് ഞാൻ ഞങ്ങലി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എനിക്ക് തീരെ നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ വിജിത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതും ഒരു 14 days ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഞാൻ ചെയ്യുന്നതും. എനിക്കൊന്ന് ഫസ്റ്റ് ഒരു 7 daysനുള്ളിൽ തന്നെ എനിക്ക് നടക്കാൻ പാകത്തിലായിരുന്നു ഞാൻ. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റാണ് എനിക്കിവിടെ കിട്ടിയത്. ഐ എം സോ സാറ്റിസ്ഫൈഡ്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ക്വാളിറ്റി, എനിക്കിവിടെ ഒരു ഹോംലി എൻവയോൺമെൻ്റ് ആയിരുന്നു. ഫുഡാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കെയറിങ് ആണെങ്കിലും. അപ്പോൾ ത്രൂ ഔട്ട് നല്ലൊരു പരിചരണമായിരുന്നു. നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങലി ഹോസ്പിറ്റലിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ആൻറ്റി വഴിയാണ്, മമ്മിയുടെ ഫ്രണ്ട് വഴിയാണ് ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നതും ഇവിടെ വരുന്നതും. എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലിനൊരു വെർബൽ മാർക്കറ്റിംഗ് ആണ് പൊതുവെ കിട്ടുക. അതായത് മറ്റുള്ളവർ അവരുടെ ടെസ്റ്റിമണീസ് പറഞ്ഞാണ് മറ്റുള്ളവർ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞിട്ടുള്ളതും. വളരെ പാരമ്പര്യമായിട്ട് ഉള്ള ചികിത്സാ രീതികളാണ് ഈ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഞങ്ങലി ഹോസ്പിറ്റൽ. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല, എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ക്രച്ചേഴ്സിൽ വന്നു, ഞാൻ തിരിച്ചു പോകുന്നത് നടന്നിട്ടാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് സോ ഫാർ ഇറ്റ്സ് റിയലി ഗുഡ്.